ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്, അതാണ് മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ ആണ് നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ആണോ? ഡി ബ്ലോക്ക് എലമെന്റ്സ് മെറ്റൽസ് ആണ്. അപ്പൊ അവരുടെ ക്യാരക്ടർ ആണ്, മെറ്റാലിക് ക്യാരക്ടർ ആണ്. അതായത് ഇപ്പം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീരിയോഡിക് ടേബിളിന്റെ പകുതി വരെ മെറ്റാലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുകയായിരിക്കും ചെയ്യുക, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മെറ്റാലിക് ക്യാരക്ടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആർ ബേസിക്കലി എന്തായിരിക്കും? മെറ്റൽസ് ആയിരിക്കും. അപ്പോൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ മെറ്റാലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ഒരു പീരിയോഡിക് ടേബിളിന്റെ പകുതി വരെ മെറ്റാലിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. അപ്പം മെറ്റാലിക് സ്ട്രെങ്ത് എങ്ങനെയാ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഇതൊരു പീരിയോഡിക് ടേബിൾ ആണെന്ന് ഇരിക്കട്ടെ, നമുക്കറിയാമല്ലോ ഒരുപാട് എലമെന്റ്സ് വരുന്നതാ അല്ലേ? ഇപ്പൊ പീരിയോഡിക് ടേബിൾ ആണ്. ഇപ്പം ഈ പീരിയോഡിക് ടേബിൾ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ഒരു പകുതി വരെയും എന്തായിരിക്കും? പകുതി വരെയും ഒരു മെറ്റാലിക് പീരിയോഡിക് ടേബിളിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പകുതി വരെ മെറ്റാലിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പം മെറ്റാലിക് സ്ട്രെങ്ത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? അവിടെ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പെയർഡ് അല്ലാത്ത അൺപെയർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇലക്ട്രോൺസ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ആണോ അവിടെ ഉള്ളത്, എത്ര എണ്ണം ഉണ്ടോ അത്രയും നല്ലോണം മെറ്റാലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും. കണ്ടോ? ആസ് ദി number of unpaired or d electrons increases, the metallic strength also increases. Thus അത് നമ്മളിപ്പം ഓരോന്നിന്റെ എഴുതി നോക്കത്തില്ലേ? ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്കറിയാലോ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. യെസ്. അപ്പം അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടോ, ഇനിയിപ്പം പർട്ടിക്കുലർ സീരീസ് ദ മെറ്റാലിക് സ്ട്രെങ്ത് ഇൻക്രീസസ് അപ് ടു ദ മിഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പകുതി വരെ എന്തായിരിക്കും? പീരിയോഡിക് ടേബിളിന്റെ ഒരു പകുതി വരെ മെറ്റാലിക് സ്ട്രെങ്ത് കൂടുതലായിരിക്കും. ആൻഡ് ദെൻ ഡിക്രീസസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. പിന്നെ അതെന്ത് ചെയ്യും? കുറയും. കാരണം എന്താ? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പം എത്ര നല്ലോണം അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും നല്ലോണം മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ ഈ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നത് വരെ മെറ്റാലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും മെറ്റാലിക് സ്ട്രെങ്ത് എന്തായിരിക്കും? കൂടുതലായിരിക്കും, മെറ്റാലിക് ക്യാരക്ടർ കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു D5 വരെയാണല്ലോ മാക്സിമം ഇപ്പോൾ വരുന്നത്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് D5 വരെ ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ D5 മാക്സിമം ആകും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവർ കുറയും. D5 വരെ മെറ്റാലിക് ക്യാരക്ടർ മാക്സിമം ആയിരിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അത് കുറയും. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് കുറയുമ്പോൾ മെറ്റാലിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എല്ലാം ഒക്കെ എന്താ? സോഫ്റ്റ് മെറ്റൽസാണ്. അവർ സോഫ്റ്റ് മെറ്റൽസ് ആണ്. മെറ്റാലിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ഹാർഡ് മെറ്റൽസ് ആയിരിക്കും. ഓക്കെ. മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ ഹാർഡ് മെറ്റൽസ് ആയിട്ട് മാറും. പൊതുവേ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ ഒരു സോഫ്റ്റ് മെറ്റൽസ് ആണ്. മെറ്റാലിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവർ ഹാർഡ് മെറ്റൽസ് ആയിരിക്കും. ഇപ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ സോഫ്റ്റ് മെറ്റൽ ആണ്. ക്രോമിയം നല്ലോണം എന്ത് ചെയ്യും? ക്രോമിയം ഒക്കെ നല്ലോണം മെറ്റാലിക് സ്ട്രെങ്ത് ഉണ്ട്. ക്രോമിയം ഹാർഡാണ്. Metallic strength increases up to the middle of the periodic table with the increase of unpaired electrons. So in first transition series, chromium shows maximum hardness. അപ്പോൾ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്തായിരുന്നു? സോഫ്റ്റ് മെറ്റൽസ് ആണ്. കാരണം എന്താ? ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് അൺപെയർഡ്
ഇലക്ട്രോൺസ്. ഇപ്പം മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. വേണമെങ്കിൽ സിങ്കിന്റെയും കാഡ്മിന്റെയും മെർക്കുറിയത്തിന്റെ ഒക്കെ നമുക്ക് എന്ത് ചെയ്ത് എഴുതി വെക്കാം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിക്കോളൂ, അപ്പോൾ മനസ്സിലാകും അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടോ എന്നുള്ളത്. ക്രോമിയത്തിന് എന്തുകൊണ്ടാ അങ്ങനെ വരുന്നേ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട് ക്രോമിയത്തിന്റെ കയ്യിൽ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോൾ നമ്മള് എന്തൊക്കെയാണ് പറഞ്ഞത്? ആ ഇപ്പം നമ്മളിപ്പം ഒരു എന്താ പറയാ, ഒരു മെറ്റാലിക് ക്യാരക്ടർ, ഒരു ഡി ബ്ലോക്ക് എലമെന്റ്സ് എല്ലാം എന്തായിരിക്കും, ബേസിക്കലി മെറ്റൽസ് ആണ്. അപ്പോൾ അവർക്ക് അയണൈസേഷൻ എൻതാൽപ്പി കുറവായിരിക്കും. എന്താണ് ഈ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഇലക്ട്രോൺ ഗെയിൻ ആണോ? ഇലക്ട്രോൺ എന്തോ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ, ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു അയണൈസേഷൻ എനർജി ഉണ്ടെങ്കിലേ അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ അയണൈസേഷൻ എനർജി ഈ മെറ്റൽസിന് കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുള്ള ഇലക്ട്രോണുകൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ലൂസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒത്തിരി വലിയ പാടില്ല. അയണൈസേഷൻ എനർജി കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എനർജി കൊടുക്കാതെ തന്നെ, ഒത്തിരി എനർജി റിക്വയർ ചെയ്യാതെ തന്നെ അവർക്ക് എന്താ ഈസിലി റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസിലി അവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകാൻ സാധിക്കും, ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം ബേസിക്കലി മെറ്റൽസ് എന്തായിരിക്കും, ഡി ബ്ലോക്ക് എലമെന്റ്സ് മെറ്റൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. അതുകൊണ്ട് പുറത്തുള്ള ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും, എളുപ്പത്തിൽ നഷ്ടപ്പെടും. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എളുപ്പത്തിൽ നഷ്ടപ്പെടും. കാരണം ഒരുപാട് എനർജി വേണ്ടി വന്നാലല്ലേ ഒരു ഇലക്ട്രോണെ എടുത്ത് പുറത്തേക്ക് ഇടാനായിട്ട് അയണൈസേഷൻ എൻതാൽപ്പി കൂടുതൽ വേണമെങ്കിൽ, ആ ഇലക്ട്രോണ് പുറത്തേക്ക് പോകാനുള്ള എനർജി കൂടുതലായി കഴിഞ്ഞാലല്ലേ ആ എനർജിക്ക്, ആ ഒരു ഇലക്ട്രോണിന് കുറച്ച് പാട് വരത്തുള്ളൂ പുറത്തേക്ക് പോകാൻ. അത്രയും എനർജി അവർ എടുത്താലല്ലേ അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതിപ്പോ ഒരുപാട് എനർജി ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, ലോസ് ആകാൻ പറ്റും. ഒരു ഇലക്ട്രോൺ എളുപ്പത്തിൽ പുറത്തേക്ക് ലോസ് ആകും. അപ്പൊ എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മെറ്റൽസിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ മെറ്റൽസ്, അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സ് കൂടുതൽ എന്തായിരിക്കും, ഹാർഡായിരിക്കും. അതുപോലെ തന്നെ ബ്രിറ്റിലും ആയിരിക്കും. പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പം അവരിൽ രണ്ട് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. രണ്ട് തരത്തിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ മെർക്കുറി ഈസ് ആൻ എക്സെപ്ഷൻ ആട്ടോ. മെർക്കുറി നമ്മൾ പറഞ്ഞു, മെർക്കുറി എന്താ, സോഫ്റ്റ് മെറ്റൽ ആണ് അല്ലേ? അപ്പം രണ്ട് തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഏതൊക്കെയാ? കോവാലന്റ് ബോണ്ടിങ്ങും ഉണ്ട്. അതുപോലെ തന്നെ കോവാലന്റ് ബോണ്ടിങ്ങിൽ എന്തായിരിക്കും, അൺപെയർഡ് ആയിട്ടുള്ള ഡി ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. കോവാലന്റ് ബോണ്ടിൽ എന്താണ്, അൺപെയർഡ് ആയിട്ടുള്ള ഡി ഇലക്ട്രോൺസ് ഇൻ ദി ആറ്റംസ്. ആൻഡ് അതർ ഈസ് മെറ്റാലിക് ബോണ്ട് ആണ്. മെറ്റാലിക് ബോണ്ട്, വാലൻസ് എസ് ഇലക്ട്രോൺസിൽ മെറ്റാലിക് ബോണ്ട് ആയിരിക്കും. ഓക്കെ. അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് എണ്ണം കൂടും തോറും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഉണ്ടോ അത്രയും മെറ്റാലിക് സ്ട്രെങ്ത് എന്തായിരിക്കും, കൂടുന്നു. അപ്പം നമ്മളിപ്പോൾ സീരീസ് എടുക്കുകയാണെങ്കിൽ സീരീസിന്റെ ഒരു മിഡിൽ പോർഷനൊക്കെ വരെ എന്തായിരിക്കും, സ്ട്രെങ്ത് കൂടുന്നു. പിന്നെ എന്ത് ചെയ്യും, കുറയും. മനസ്സിലായോ? ഇപ്പം ഇപ്പൊ ഇത് ക്രോമിയം, മൊളിബ്ഡീനിയം, ടങ്സ്റ്റൻ, അവർക്കൊക്കെ എന്താണ് ഏറ്റവും കൂടുതലായിട്ടുള്ള ഹാർഡസ്റ്റ് മെറ്റൽസ് ആണ്. ആ ട്രാൻസിഷൻ എലമെന്റ്സിനെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ അവരെന്താണ്, ഹാർഡസ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ സീരീസ് എടുക്കുമ്പോഴത്തേക്കും തേർഡ് സീരീസ് ഉണ്ട്, ഫോർത്ത് സീരീസ് ഉണ്ട്, 5D സീരീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു മിഡിൽ പോർഷൻ എത്തുമ്പോഴത്തേക്കായിരിക്കും എന്തായിരിക്കുന്ന സ്ട്രെങ്ത് കൂടാന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ മിഡിൽ പോർഷനിലേക്ക് വരുന്ന മെറ്റൽസ് ഒക്കെ ഏതായിരിക്കും? ക്രോമിയം, മൊളിബ്ഡീനിയം, ടങ്സ്റ്റൺ അല്ലേ ആ മിഡിൽ പോർഷനൊക്കെ വരുന്നത്. കണ്ടോ? അപ്പോൾ ആ ക്രോമിയം, മൊളിബ്ഡീനിയം, ടങ്സ്റ്റൺ ഒക്കെ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ് ആണ് അവര്. കാരണം അവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലാണ്.
പിന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറിയൊക്കെ ഞാൻ പറഞ്ഞു അവർ സോഫ്റ്റ് മെറ്റൽസ് ആണ്. സോഫ്റ്റ് മെറ്റൽസ് ആവാനുള്ള കാരണം എന്താ? അവർക്ക് മെറ്റാലിക് സ്ട്രെങ്ത് കുറവാകാനുള്ള കാരണം എന്താ? അതിന്റെ റീസൺ എന്താ? എന്തുണ്ടെങ്കിലാണ് നമ്മൾ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണെന്ന് പറഞ്ഞത്? അപ്പം സിങ്കിനും കാഡ്മിയനും മെർക്കുറിക്കും ഒന്നും അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ ഇവിടെ ഒരു മിഡിൽ പോർഷൻ എത്തുമ്പോൾ ക്രോമിയത്തിനും മൊളിബ്ഡിനത്തിനും ടങ്സ്റ്റനും ഒക്കെ എന്താണ് ഭയങ്കരമായിട്ട് എന്തുണ്ട്? മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട്. മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്. അതാ ഞാൻ പറഞ്ഞ മിഡിൽ പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും? മെറ്റൽ സ്ട്രെങ്ത് കൂടുന്നു. പിന്നെ അതിങ്ങനെ പോകുമ്പോഴത്തേക്കും എന്താണ്? അത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം അങ്ങനെ സിങ്ക്, കാഡ്മിയം, മെർക്കുറിയിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്തല്ല? ഹാർഡ് അല്ല. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? അപ്പം മിഡിൽ പോർഷനിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താണ്? ഈ മിഡിൽ പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മിഡിൽ പോർഷനിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഭയങ്കരമായിട്ട് എന്തുണ്ട്? അവർ ഭയങ്കര മെറ്റാലിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. എന്ത് ചെയ്യും? അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് കുറയും. അതിന്റെ റീസൺ എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസ് കുറയുമ്പോൾ മെറ്റാലിക് സ്ട്രെങ്ത് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ സിങ്ക്, കാഡ്മിയം, മെർക്കുറിക്കൊക്കെ എന്താണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ് അവര്. അപ്പം മെറ്റാലിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ക്രോമിയം, മൊളിബ്ഡിനം, ടങ്സ്റ്റൺ ഒക്കെ ഹാർഡ് മെറ്റൽസ് ആവുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. പിന്നെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ? എന്ത് പറയും? ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത് പൊതുവെ ഹാർഡ് ആയിരിക്കും, ബ്രിറ്റിൽ ആയിരിക്കും, അതുപോലെ തന്നെ അവർ ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കും, അതുപോലെ തന്നെ അവർ അലോയ്സിനെ ഫോം ചെയ്യും, പിന്നെ മാലിയബിൾ ആയിരിക്കും, ഡക്റ്റൈൽ ആയിരിക്കും. ഇതൊക്കെയാണ് അവരുടെ ട്രാൻസിഷൻ മെറ്റൽസിന്റെ ഒരു പൊതുവായ ഒരു ഗുണങ്ങൾ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാലിയബിൾ ആയിരിക്കും, ഡക്റ്റൈൽ ആയിരിക്കും, ലസ്ട്രസ് ആയിരിക്കും, പിന്നെ ഫോമിങ് അലോയ്സ് വിത്ത് സെവറൽ അതർ മെറ്റൽസ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. അപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇപ്പൊ മെറ്റാലിക് ക്യാരക്ടർ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തതാണ് അറ്റോമിക് സൈസ്. ഇപ്പം ഈ ഒരു പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ പ്രോപ്പർട്ടി എന്താണെന്ന് മനസ്സിലാക്കുക, എക്സെപ്ഷൻസ് പഠിക്കുക. നമ്മളിപ്പോൾ എക്സെപ്ഷൻസ് പറയുന്നതൊക്കെ മനസ്സിലാക്കി പോവുക. ചിലപ്പോൾ എക്സെപ്ഷൻസ് ഒക്കെ എടുത്ത് അവർക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ എക്സെപ്ഷൻസ് പഠിക്കുക, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള ആ ഒരു റീസൺ നമ്മൾ എന്താണെന്ന് പഠിക്കുക. അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു കോൺസിക്വൻസസ് എന്താണ് പ്രോപ്പർട്ടി, എന്തുകൊണ്ട് പ്രോപ്പർട്ടി കാണിക്കുന്നു, എക്സെപ്ഷൻസ് ഉണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും കോൺസിക്വൻസസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ചുമ്മാ നമ്മളത് പഠിച്ചു പോവല്ല വേണ്ടത്. ഓക്കെ. അപ്പം ഇനി അടുത്തത് അറ്റോമിക് സൈസ് ഓഫ് ദി ട്രാൻസിഷൻ മെറ്റൽസ്. ഇപ്പം നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യും? കുറഞ്ഞ് വരും എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അറ്റോമിക് സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇപ്പം നമ്മളുടെ ഓക്കെ, ഇപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആറ്റം എന്ത് ചെയ്യും? ഇങ്ങനെ വലിയ ആറ്റ ആണെങ്കിൽ അതിങ്ങനെ ചെറുതായി വരും. അങ്ങനെയാണ്. ഇപ്പം ഡൗൺ ദ ഗ്രൂപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ ആറ്റം എന്തായും? ഇങ്ങനെ വലിയ ആളായിട്ട് വരും. ഇങ്ങനെ ആറ്റം വലുതായി വരും. ഇത് നമുക്കറിയാമല്ലോ. അപ്പം ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു നോളജ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്.
നമ്മൾ കൊച്ചിലേ പഠിച്ചിട്ടുണ്ട് എന്ത്, ഇപ്പം ആറ്റം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ആറ്റം ഇങ്ങനെ ചെറുതായി 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 ആയിരിക്കും വരുന്നുണ്ടാവുക. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ആറ്റം എന്ത് ചെയ്യും, ഇങ്ങനെ അറ്റോമിക് ആൻഡ് അയണിക് സൈസ് ഓഫ് ട്രാൻസിഷൻ മെറ്റൽസ് ഇപ്പം ചെറിയ ക്ലാസ്സിൽ മുതലേ പീരിയോഡിക് ടേബിളിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞ് 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 വരും. ജനറൽ ട്രെൻഡ് നമുക്കറിയാം. ഇപ്പോൾ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കമ്പയർ ചെയ്ത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സൈസ് ചോദിക്കുവാണ് എങ്കിൽ എസിനേക്കാൾ കുറവാണ്, പക്ഷെ പിന്നേക്കാൾ കൂടുതലാണ്. അതാണ് സൈസ്. ഓക്കെ, എസിനേക്കാൾ കുറവാണ്, പക്ഷെ പിന്നേക്കാളും വലുതാണ്, കൂടുതലാണ്. അപ്പം ജനറൽ ആണ്. ഇനി മെയിനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുക, അതായത് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അറ്റോമിക് റേഡിയയുടെ ട്രെൻഡ്, അതിന്റെ റീസണും എന്താണെന്ന്. ഇപ്പൊ നമുക്ക് 3D സീരീസ് നമ്മൾ പറഞ്ഞു, 4D സീരീസ് പറഞ്ഞു, 5D സീരീസ് പറഞ്ഞു. ഇപ്പൊ സിങ്ക് എന്ന് പറയുന്നത് എന്താ, സിങ്ക് 3D സീരീസിലുള്ള ആളല്ലേ. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു അറ്റോമിക് റേഡിയസിന്റെ ഇവിടെ ഒരു ചെറിയൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ആദ്യം ഇവിടെ നോക്കിക്കേ, ആദ്യം ഇങ്ങനെ സിങ്ക് എന്നൊക്കെ വരികയാണെങ്കിൽ കുറയുന്നു, പിന്നെ ഇങ്ങനെ കൂടി 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 വരികയാണ് അല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കാണിക്കുന്നത്? അറ്റോമിക് റേഡിയയുടെ ട്രെൻഡ് എങ്ങനെയാണ്? ഇപ്പം ഒരു പകുതി വരെ വരുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ക്രോമിയം മാംഗനീസ് ഒക്കെ എത്തുന്ന സമയത്ത് ഡിക്രീസ് മാറി അതെന്താകും, ഒരു കോൺസ്റ്റന്റ് ഇതിലല്ലേ നിൽക്കുന്നത്. ഇവിടെ കൂടുതലായിരിക്കും. സ്കാൻഡിക്ക ആകുമ്പോഴത്തേക്ക് അറ്റോമിക് റേഡിയസ് എന്തായിരിക്കും, കൂടുതലാണ്. പിന്നെ 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 ഇവിടെ വരെ ഇങ്ങനെ എത്തി കഴിയുമ്പോഴത്തേക്ക് അതെന്ത് ചെയ്യും, അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലേ. അപ്പോ എന്താണ് അവിടെ ഇപ്പൊ നമുക്ക് സിങ്കിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യം കുറയുന്നു, പിന്നെ കോൺസ്റ്റന്റ് ആകുന്നുണ്ട്, പയ്യെ കൂടുന്നുണ്ട്. കണ്ടോ, സിങ്ക് ഒക്കെ വന്നപ്പോ കൂടിയത് കണ്ടോ, അതുപോലെ കോപ്പറിനൊക്കെ കൂടിയത് കണ്ടോ. അപ്പൊ അങ്ങനെ പയ്യെ കൂടുന്നുണ്ട്. ലാസ്റ്റ് ലൈനൊക്കെ നമുക്ക് നോക്കുമ്പോൾ കൂടുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത്, എന്തുകൊണ്ടാണ്? അപ്പൊ ആദ്യം നമ്മുടെ അടുത്ത് ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ അത് ആദ്യം മനസ്സിലാക്കി പോവാം. ഇപ്പൊ നമ്മൾ മിഡിൽ അല്ലെങ്കിൽ ഒരു പകുതി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ക്രോമിയം മാംഗനീസ്. അവിടെ എത്തുമ്പോൾ ഡിക്രീസ് മാറി അതെന്ത് ചെയ്യും, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു, ഒരു കോൺസ്റ്റന്റ് ആകും. ദെൻ പിന്നെയും അതെന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്ത് പോവാണ് അല്ലേ. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ, ആ ട്രെൻഡ് എന്താണ്, അതിന്റെ റീസൺ എന്താണ്? കാരണം എന്തുകൊണ്ടാണ് അറ്റോമിക് സൈസ് ആദ്യം കുറയുന്നത്? അത് നമ്മൾ പൊതുവേ പഠിക്കുന്ന ഒരു കാര്യമാണ്. അതായത് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും, ന്യൂക്ലിയസിന്റെ ചാർജ് കൂടും അല്ലേ. എന്തോ അതുകൊണ്ടാണ് സൈസ് കുറയുന്നത്. അപ്പോൾ ഒരേ സീരീസിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അറ്റോമിക് റേഡിയസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് അല്ലേ. അപ്പം ഒരു മിഡ് വേ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡി ഇലക്ട്രോൺ ഷീൽഡ് എഫക്റ്റ് വർദ്ധിക്കും. ഷീൽഡിങ് എഫക്റ്റ് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലാസ് റൂം എടുക്കുക. നമ്മളിപ്പോൾ ക്ലാസ് റൂമിലിരിക്കുക, നമ്മളുടെ മുൻപിൽ നമ്മളിപ്പോൾ ഒരു ഏറ്റവും ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരെയാണോ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലിരിക്കുക, അതായത് ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവരെയാണോ ഫ്രണ്ടിൽ നിൽക്കുന്ന ടീച്ചർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക? ഫ്രണ്ട് ബെഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ വരെയൊക്കെ നിൽക്കുന്നവരെ ആയിരിക്കും ടീച്ചറിന് കൂടുതൽ ഫോക്കസ്ഡ് ആകാൻ പറ്റുന്നത്. ബാക്ക് ബെഞ്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒത്തിരി പേരുണ്ട്. സോ അവരുടെ ഒരു മറവ് പറ്റിയിട്ടായിരിക്കും അല്ലെ നമ്മൾ അവിടെ പമ്മിയായിരിക്കും ഇരിക്കുന്നുണ്ടാവും. ഇപ്പം നമ്മളെക്കാൾ ഇപ്പം ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നതെങ്കിൽ പിന്നെ ഒട്ടും നമ്മളെ കാണാൻ പറ്റില്ല, അങ്ങനെയല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുടെ കൂടുതൽ ഫോക്കസ് എങ്ങിട്ടാ പോണത്? അതായത് ഫ്രണ്ടിൽ ഇപ്പൊ നിൽക്കുന്നത് ടീച്ചറാണ്, ടീച്ചറിന്റെ ഫോക്കസ് കൂടുതൽ എങ്ങോട്ടാണ് പോകുന്നത്? ഫസ്റ്റ് റോയിൽ അല്ലെങ്കിൽ ഒരു മിഡിൽ പോർഷൻ വരെ ഉള്ളവരെ ആയിരിക്കും. കാരണം പുറകിൽ ഇരിക്കുന്നവരെ അത്രയും കാണാൻ പറ്റുന്നില്ല, ഫ്രണ്ടിൽ ഇത്രയും കുട്ടികൾ ഇരിക്കുകയല്ലേ. സോ ഈ റോ മൊത്തം ആൾക്കാർ ഇരിക്കുകയാണ്. ഇപ്പൊ ഫ്രണ്ടിൽ നമ്മുടെ ടീച്ചർ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ടീച്ചർ. ഇവിടെ നിറച്ച് കുട്ടികൾ നിൽക്കുന്നു, ഇവിടെ നിറച്ച് ഇങ്ങനെ കുട്ടികൾ നിറച്ചിരിക്കുകയല്ലേ. സോ
ബാക്കിൽ നിൽക്കുന്ന, അതായത് ഔട്ടർമോസ്റ്റ് നിൽക്കുന്ന ആൾക്കാരിലേക്ക് അത്രയും ടീച്ചറിന്റെ ഫോക്കസ് എന്ത് ചെയ്യില്ല, എത്തില്ല. കാരണം എന്താ, ഫ്രണ്ടിൽ അത്രയും ആൾക്കാരല്ലേ ഇരിക്കുന്നത്. അപ്പൊ ഒരു ഷീൽഡ് ഉണ്ട് നമ്മുടെ ഫ്രണ്ടിൽ. ഇപ്പൊ ഞാനിപ്പോ ബാക്ക് ബെഞ്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ മുൻപിൽ കുറെ ഷീൽഡ് ഉണ്ട്, ഷീൽഡായിട്ട് കുറെ പേര് ഇരിപ്പുണ്ട്. അതുകൊണ്ട് എന്റെ ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്നെ അത്രയും ഫോക്കസ് ആക്കാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മളെ കാണത്തില്ലല്ലോ. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പയ്യെ എന്ത് ചെയ്യും, നമ്മളൊന്ന് സൈഡ് വലിങ്ങൊക്കെ ഒന്ന് ഇരിക്കാൻ നോക്കും. അയ്യോ എന്നെ കാണരുതേ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പതിയെ ഒന്ന് സൈഡ് വലിങ്ങിരിക്കെ ഇരിക്കാൻ നോക്കും. അപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പൊ നല്ല ഇരിക്കുന്ന ആളുടെ ഒരു മറവ് പറ്റിയൊക്കെ നമ്മൾ ഇരിക്കാൻ നോക്കും. അപ്പൊ പെട്ടെന്ന് ടീച്ചർ നമ്മളെ കണ്ടുപിടിക്കുമോ? ആ, അത് ഈ സെയിം, അതൊരു ഷീൽഡിങ് എഫക്റ്റ് ആണ്. ലൈക്ക് നമുക്കിപ്പം കൂടുതൽ ഇപ്പം അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ കൂടിക്കഴിയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ സെൻട്രൽ ആറ്റമാണ്, ഇപ്പം നമ്മളുടെ ആറ്റത്തിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസ്, ഇതാണ് ന്യൂക്ലിയസ്. ഓക്കെ, ന്യൂക്ലിയസിന് ഫസ്റ്റ് ഷെല്ലിൽ ഇരിക്കുന്നവരെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ഷെല്ലിൽ ഇരിക്കുന്നവരെ നന്നായിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞിട്ട് ഷെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ന്യൂക്ലിയസിന് അത്രയും ഫോക്കസ്ഡ് ആക്കാൻ പറ്റില്ല. കാരണം ന്യൂക്ലിയസിന്റെ ചാർജ്, കാരണം ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം ഇലക്ട്രോൺസ് ഉണ്ട്, സോ സെക്കൻഡ് ഷെല്ലിലും മാക്സിമം ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരെ ഓവർകം ചെയ്തിട്ട് വേണം ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ, ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിലേക്ക് അട്രാക്റ്റഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ഇപ്പൊ ഇവിടെ എല്ലാം എന്ത്, ഈ ഇലക്ട്രോൺസിനെ എല്ലാം ഓവർകം ചെയ്തിട്ട് വേണം ഇവിടുന്ന് എന്ത് ചെയ്യാൻ, ലാസ്റ്റ് ഇരിക്കുന്നവരിലേക്ക്, ലാസ്റ്റ് ഉള്ളവരിലേക്ക് ലാസ്റ്റ് ഉള്ള, ഇപ്പൊ നമ്മൾ ക്ലാസ് റൂം പറഞ്ഞ പോലെ ടീച്ചറിന് കൂടുതലും ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ കൂടുതലും ഫ്രണ്ടിൽ നിൽക്കുന്നവരെയാണ് കൂടുതലും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കിൽ ഇരിക്കുന്നവരിലേക്ക് നോട്ട് അത്രയും എത്തില്ല. കാരണം ഫ്രണ്ടിൽ അവർ കുറച്ച് പിള്ളേർ എന്ത് ചെയ്യുക, ഷീൽഡായിട്ട് ഇരിക്കുകയല്ലേ. അതുപോലെ തന്നെയാണ് ന്യൂക്ലിയസിന് ഇവിടെ കുറേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഷീൽഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം അവരൊരു സ്ക്രീൻ പോലെ, ഒരു മറ പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ബാക്കിലേക്ക് അത്രയും അട്രാക്ഷൻ എന്ത് ചെയ്യാല്ല, ന്യൂക്ലിയസിന് എത്തില്ല. അതാണ് എന്ത്, സ്ക്രീനിങ് എഫക്റ്റ്, ഷീൽഡിങ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോ എന്തോ, അതല്ല, ഇപ്പൊ നമ്മള് പറഞ്ഞത് എന്തായിരുന്നു, നമ്മള് സീരീസിന്റെ നമ്മൾ ഡി ഇലക്ട്രോൺസ്, ഇപ്പം മിഡ്വേ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഷീൽഡിങ് എഫക്റ്റ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുറവ് എന്താണ്, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നമുക്ക് ഇവിടെ കണ്ടില്ലേ, ഇവിടെ ആദ്യം കൂടുന്നു, പിന്നെ ഒരു മിഡിലാകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും കൂടുന്നു. എന്തുകൊണ്ടാണ് ആ ട്രെൻഡ് കാണിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മിഡ്വേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ഇലക്ട്രോൺ ഷീൽഡിങ് എഫക്റ്റ് കൂടും. കാരണം ഷീൽഡിങ് എഫക്റ്റ് കൂടുമല്ലേ, ഡി ഓർബിറ്റൽസ് ഒക്കെ വരുമ്പം അത്രയും അറ്റോമിക് സൈസ് കൂടുകയല്ലേ. ഡി ഓർബിറ്റൽസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ, അപ്പം അത്രയും ഇലക്ട്രോൺസ് കൂടുകയാണ്, സൈസ് കൂടുകയാണ്. സോ അവിടെ ഒരു ഷീൽഡിങ് എഫക്റ്റ് വരും, ഒരു മറവ് വരും. ഷീൽഡിങ് എഫക്റ്റ് കൂടുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കും, കണ്ടോ, this is because the effect of increase in nuclear charge is partly cancelled by the increased screening effect of the d electrons in the penultimate shell. അതായത് ഇവിടെ നമ്മളുടെ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഒരു മിഡ്വേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ന്യൂക്ലിയർ ചാർജ്. ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടെങ്കിൽ പോലും അതെന്തായി മാറുന്നു, ന്യൂക്ലിയസിന്റെ ചാർജ് ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. കാരണം സ്ക്രീനിങ് എഫക്റ്റ് അവിടെ ഉള്ളത് കൊണ്ട്, ഡി ഇലക്ട്രോൺസിൽ സ്ക്രീനിങ് എഫക്റ്റ് ഉള്ളത് കൊണ്ട്, കാരണം അത്രയും അവിടെ ഇലക്ട്രോൺസ് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ന്യൂക്ലിയസിന് അത്രയും ന്യൂക്ലിയർ ചാർജ് അവിടേക്ക് കൊടുക്കാൻ പറ്റില്ല. സോ പാർട്ട്ലി ക്യാൻസൽഡ് ചെയ്യപ്പെടുകയാണ് സ്ക്രീനിങ് എഫക്റ്റ് അവിടെ വരുന്നത് കൊണ്ട്. മനസ്സിലായോ? കാരണം ന്യൂക്ലിയസിന് ലാസ്റ്റ് ഷെല്ലിലേക്ക് അത്രയും അങ്ങോട്ട് നോട്ട് എത്തുന്നില്ല, അത്രയും അട്രാക്ട് ചെയ്ത് പിടിക്കാൻ പറ്റുന്നില്ല ഡി ഇലക്ട്രോൺസിനെ, പെനൽറ്റിമേറ്റ് ഷെല്ലിലുള്ള ഡി ഇലക്ട്രോൺസിനെ. അപ്പം അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റുന്നു, അപ്പൊ ട്രാൻസിഷൻ മെറ്റൽസിന്റെ, ഇപ്പൊ സീരീസിന്റെ അവസാനമായിട്ട് എന്ത് സംഭവിക്കുന്നു, സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടാകുന്നു. കണ്ടോ, സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടാകുന്നത് കണ്ടോ.
അതെന്തുകൊണ്ടാ? ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണം ഇവിടെ അടുത്തടുത്ത് ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും ഇലക്ട്രോൺസുകൾ തമ്മിൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പൽ ചെയ്യും. അതുകൊണ്ടാണ് സ്ലൈറ്റ് ഇൻക്രീസ് അവിടെ സംഭവിക്കുന്നത്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇലക്ട്രോൺ റിപ്പൽഷൻ സംഭവിക്കും. അതുകൊണ്ടാണ് സീരീസിന്റെ അവസാനം സ്ലൈറ്റ് ഇൻക്രീസ് ഉണ്ടാകുന്നത്. കണ്ടോ? ലോ ഇൻവേർഡ് പുൾ ഓഫ് ദ ന്യൂക്ലിയസ്. As a result, the outer s electrons experience only a low inward pull of the nucleus. So it is also noted that at the end of the series there is a slight increase in atomic size. This is because of the increasing electron repulsions of the added electrons in the same subshell, which exceeds the increased nuclear charge. അപ്പോൾ ട്രാൻസിഷൻ മെറ്റൽസിന്റെ റേഡിയസ് അല്ലെങ്കിൽ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ മെറ്റൽസിന്റെ റേഡിയസിനേക്കാൾ ആൽക്കലി ആൻഡ് ആൽക്കലൈൻ അടുത്ത മെറ്റൽസിനേക്കാൾ കുറവാണ് കേട്ടോ. അപ്പം 4D എലമെന്റ്സ് എന്തായിരിക്കും? കൂടുതലായിരിക്കും 3D എലമെന്റ്സിനേക്കാളും ഈ ഒരു അറ്റോമിക് റേഡിയസ്. ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 3D എലമെന്റ്സ് അല്ലേ? അപ്പൊ അതിനേക്കാൾ കൂടുതലായിരിക്കും 4D എലമെന്റ്സിന്. പക്ഷെ 4Dയിലും 5Dയിലും ഓൾമോസ്റ്റ് സിമിലർ ആണ് ഈ പറയുന്ന ലാന്തനൈഡ് കോൺട്രാക്ഷൻ വരുന്നത്. എന്താണ് ഈ ലാന്തനൈഡ് കോൺട്രാക്ഷൻ? ഇപ്പം ന്യൂക്ലിയസിന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം ന്യൂക്ലിയസിന്റെ പുറത്തുള്ള ഷെല്ലിനെ പോയി അട്രാക്ട്. ഇപ്പം നമ്മൾ ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പൊതുവെ പഠിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് പറ്റും? ഇപ്പം ന്യൂക്ലിയസിന്റെ ചാർജ്, ഇപ്പം ഇതാണ് ന്യൂക്ലിയസ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്, തേർഡ് ഷെല്ല് അല്ലേ? അപ്പം ന്യൂക്ലിയസിന്റെ ചാർജും ഈ ഷെല്ല് കൂടുന്നതിനനുസരിച്ച് വരുമല്ലോ. അതായത് അപ്പൊ ന്യൂക്ലിയസ് പുറത്തുള്ള ഷെല്ലിനെ പോയി അട്രാക്ട് ചെയ്ത് പിടിക്കും അല്ലേ? അപ്പൊ അതിന്റെ സൈസ് കുറയും. അപ്പൊ ഇങ്ങനെ സൈസ് കുറയുമ്പോഴത്തേക്ക് കുറഞ്ഞു വരുമായിരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ജനറലി പഠിക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ ഡി ഓർബിറ്റൽസിൽ ഒരു 5 ഇലക്ട്രോൺ ഒക്കെ ഫില്ലായി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? സ്ക്രീനിങ് അല്ലെങ്കിൽ ഒരു ഷീൽഡിങ് എഫക്റ്റ് വരും. അതെന്താണെന്ന് വെച്ചാൽ ഡി ഓർബിറ്റൽസിൽ ഒരു 5 ഇലക്ട്രോൺ ഒക്കെ നിറഞ്ഞു. അപ്പൊ 5 ഇലക്ട്രോൺ ആയി ആ ഒരു മിഡിൽ പാർട്ടിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ന്യൂക്ലിയസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പോയി അട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ തന്നിലേക്ക് വലിച്ചെടുപ്പിക്കണമെന്ന് ന്യൂക്ലിയസിന് ആഗ്രഹമുണ്ട്. പക്ഷേ 5 ഇലക്ട്രോൺസ് ഒക്കെ ഡി ഓർബിറ്റൽസിൽ നിറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അപ്പൊ അത്രയും ഇലക്ട്രോൺസ് ആയില്ലേ, അത്രയും ആൾക്കാർ കൂടിയില്ലേ? അപ്പം ഈ ഇലക്ട്രോൺസിന് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പോയിട്ട് ഈ ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്യണം, ആ ഇലക്ട്രോൺസിനെ എല്ലാം തന്നിലേക്ക് വലിച്ചെടുപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങനെ സൈസ് കുറയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് ഡിയിൽ 5 ഇലക്ട്രോൺസ് ഒക്കെ ഫില്ലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ഒരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും അല്ലേ? മനസ്സിലായോ? ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒരു ഷീൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ആയിട്ട് നമ്മുടെ ഡി ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ സോ ന്യൂക്ലിയർ ചാർജിന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ക്ലിയർ? ഷീൽഡ് ചെയ്യുമ്പോൾ സൈസ് എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം സൈസ് ഡിക്രീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അറ്റോമിക് റേഡിയ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അതിന്റെ റീസൺ എന്തായിരുന്നു? അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സോ ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഡി ഓർബിറ്റൽസിന്റെ സ്ക്രീനിങ് എഫക്റ്റും കൂടി. അതിന്റെ സ്ക്രീനിങ് എഫക്റ്റും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? റീസൺ ആവുന്നുണ്ട്. സോ രണ്ടും കൂടി ക്യാൻസൽഡ് ഔട്ട് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ അറ്റോമിക് റേഡിയ കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കൂടും. കണ്ടില്ലേ? കൂടിയത് കണ്ടില്ലേ? അതെങ്ങനെയാ? ഡി ഓർബിറ്റൽസ് ഇപ്പൊ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇനിയും ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ച് ഒരു ചാർജ് ഒരേ ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺ റിപ്പൽഷൻ അവിടെ വരും. റിപ്പൽഷൻ കാരണം അറ്റോമിക് റേഡിയ ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ?
അതായത് നമ്മളിപ്പോൾ ഒരു ഡി ഓർബിറ്റൽ ഇപ്പോൾ 5 ഇലക്ട്രോൺ ഒക്കെ ഫില്ലായി കഴിഞ്ഞാൽ അന്ന് എന്ത് ചെയ്യും? ഡി ഒരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ന്യൂക്ലിയർ ചാർജിന്റെ എഗെയിൻസ്റ്റ് ഒരു ഷീൽഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീൻ ആയിട്ടാണ് നമ്മുടെ ഡി ഓർബിറ്റൽസിന്റെ ഇലക്ട്രോൺ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അത്രയും കാണാൻ പറ്റില്ല, ന്യൂക്ലിയസിന് അത്രയും അട്രാക്റ്റഡ് ആകാൻ പറ്റത്തില്ല. ഇവിടെ മൊത്തം ഇങ്ങനെ ഇലക്ട്രോൺസ് ഇങ്ങനെ ഡി ഓർബിറ്റൽസ് ഒരു 5 ഇലക്ട്രോൺസ് ഒക്കെ വന്ന് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്ത് ചെയ്യും? ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും. ഡി ഇലക്ട്രോൺസിനെ കാണാൻ അത്രയ്ക്കും കിട്ടത്തില്ല ന്യൂക്ലിയസിന്. അപ്പൊ ന്യൂക്ലിയർ ചാർജിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പോവാൻ പറ്റില്ല. കാരണം അവർ ഒരു ഷീൽഡ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, ഒരു മറ പോലെ നിൽക്കുകയാണ് അവര്. അപ്പൊ ഡി ഓർബിറ്റൽസ് ഷീൽഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സൈസ് കോൺസ്റ്റന്റ് ആയിട്ട് മാറും. അതിന്റെയാണ് നമ്മൾ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം സൈസ് ഡിക്രീസ് ചെയ്ത് തുടങ്ങിയപ്പോ കണ്ടോ, ഡിക്രീസ് ചെയ്ത് തുടങ്ങുന്നുണ്ടോ? ഡിക്രീസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മിഡിൽ പോർഷൻ ആകുമ്പോൾ ഏകദേശം കോൺസ്റ്റന്റ് ആകും, അറ്റോമിക് റേഡിയൈ കോൺസ്റ്റന്റ് ആകും. അപ്പം ആദ്യം സൈസ് ഡിക്രീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യല്ലേ വേണ്ടത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് ഡിക്രീസ് ആകണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ആകുന്നുണ്ട്, പക്ഷെ മിഡിൽ ആവുമ്പോൾ കോൺസ്റ്റന്റ് ആയി, ലാസ്റ്റിലേക്ക് വന്നപ്പോൾ പിന്നെ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ ആണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തോ ആദ്യം സൈസ് ഡിക്രീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ അറ്റോമിക് റേഡിയൈ എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. അതിന്റെ റീസൺ എന്തായിരുന്നു? അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സോ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള റീസൺ തന്നെ അല്ലേ? ആറ്റത്തിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് അപ്പം എന്ത് ചെയ്യും? എല്ലാ ഇലക്ട്രോൺസിലേക്കും ന്യൂക്ലിയർ ചാർജ് വരുന്നത് കൊണ്ട് തന്നെ ആറ്റം എന്ത് ചെയ്യും? സൈസ് ചെറുതാകും. അങ്ങനെയാണ് ഡിക്രീസ് ചെയ്തത്. പിന്നെ എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ട് മാറി. കോൺസ്റ്റന്റ് ആയി വരുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാ? നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ഡി ഓർബിറ്റൽസിന്റെ സ്ക്രീനിങ് എഫക്റ്റും കൂടി കാരണമാകുന്നുണ്ട്. സ്ക്രീനിങ് എഫക്റ്റ് വരുന്നത് കൊണ്ട് തന്നെ ആറ്റത്തിന് ചെറുതാക്കാൻ പറ്റുമോ? കാരണം അവർ ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യാം. ന്യൂക്ലിയർ ചാർജ് അവിടെ വന്നു കഴിഞ്ഞാലല്ലേ ആറ്റത്തിന് ചെറുതാകാൻ പറ്റത്തുള്ളൂ. ന്യൂക്ലിയർ ചാർജ് അവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ കൂടെ തന്നെ സ്ക്രീനിങ് എഫക്റ്റും കൂടി വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യുന്നില്ല? ആറ്റം ചെറുതാകുന്നില്ല. അതാണ് ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കാണിക്കുന്നതിന്റെ റീസൺ. മനസ്സിലായോ? അപ്പൊ സ്ക്രീനിങ് എഫക്റ്റ്, ഡി ഓർബിറ്റൽസിന്റെ സ്ക്രീനിങ് എഫക്റ്റും കൂടി കാരണമാകുന്നുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ടാണ് ആദ്യം ചെറുതാകുന്നത്. പക്ഷേ ഡി ഓർബിറ്റൽസ് കൂടി കഴിയുമ്പോഴത്തേക്ക് ഡി ഓർബിറ്റൽസിന്റെ സ്ക്രീനിങ് എഫക്റ്റും കൂടി കാരണമാകുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അത് കോൺസ്റ്റന്റ് ആകുന്നത്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്ക്രീനിങ് എഫക്റ്റും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഡി ഓർബിറ്റൽസിന്റെ സ്ക്രീനിങ് എഫക്റ്റും കൂടി കാരണമാകുന്നതുകൊണ്ടാണ് അത് കോൺസ്റ്റന്റ് ആവുന്നത്. സോ രണ്ടും കൂടി ക്യാൻസൽഡ് ഔട്ട് ചെയ്തിട്ട് എന്തായി മാറുന്നു? ഈ ഒരു അറ്റോമിക് ന്യൂക്ലിയർ ചാർജും സ്ക്രീനിങ് എഫക്റ്റും ഒക്കെ കൂടുന്നുണ്ട്. അപ്പൊ അത് രണ്ടും കൂടി ക്യാൻസൽഡ് ഔട്ട് ചെയ്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ അറ്റോമിക് റേഡിയൈ കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? പിന്നെ അത് എന്ത് ചെയ്യുന്നുണ്ട്? കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ അതെന്തുകൊണ്ടാ കൂടുന്നത്? അത് കഴിഞ്ഞ് കൂടും. ഡി ഓർബിറ്റൽസ് ഇപ്പോൾ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത് അവിടെ വരെ വന്നപ്പോൾ ഹാഫ് ഫിൽഡ് ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ അതെന്ത് ചെയ്യുന്നുണ്ട്? ഇനിയും ഇലക്ട്രോൺസ് ഡി ഓർബിറ്റലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ആറ്റം വലുതായി വന്നുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റം വലുതായി വന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇനിയും ഇലക്ട്രോൺസ് വന്നുകൊണ്ടിരിക്കുക. സോ ഇലക്ട്രോൺ കൂടുന്നതിനനുസരിച്ച് അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ സംഭവിക്കില്ലേ? അതുകൊണ്ടാണ് ഇലക്ട്രോൺ റിപ്പൽഷൻ കാരണമാണ് അറ്റോമിക് റേഡിയൈ പിന്നെ ഇൻക്രീസ് ചെയ്യുന്നത്. Am I clear? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളില്? അതാണ് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കേട്ടോ. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞ? റിപ്പീറ്റ്, നമ്മൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ സ്ക്രീനിങ് എഫക്റ്റ്, ദെൻ ഇലക്ട്രോൺ റിപ്പൽഷൻ.
അതാണ് അതിന്റെ ട്രെൻഡ്. ഇപ്പൊ ലാന്ഥനോയിഡ് കംപ്രഷൻസ് ആൻഡ് ഇല്ലെങ്കിൽ ഇപ്പം ഇനി ഒരു അറ്റോമിക് റേഡിയോയുടെ ഒരു ട്രെൻഡ് കാരണം വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ അറ്റോമിക് റേഡിയോയുടെ ട്രെൻഡ് കാരണം സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് ആർ സിമിലർ ആകുന്നുണ്ട്. അത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിന്റെ റേഡിയസ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പം ഇതാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ സെക്കൻഡ് ആൻഡ് തേർഡ്, അയ്യോ ഇവിടെ ഇല്ല, ഇത് തേർഡും ഫോറും. എനിവേസ് ഇപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിന്റെ റേഡിയസ് സിമിലർ ആയിട്ട് വരുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാന്ഥനോയിഡ് കോൺട്രാക്ഷൻ. എന്താണത്? അത് ഇത് ഏകദേശം പറഞ്ഞ പോലെ തന്നെയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡി ഓർബിറ്റൽസിന് സ്ക്രീനിങ് എഫക്റ്റ് കൂടുതലാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് ന്യൂക്ലിയസ് അട്രാക്റ്റീവ് ഫോഴ്സ് പുറത്തേക്ക് എത്തുന്നില്ല അല്ലെ? അങ്ങനെയാണ് സൈസ് ഓഫ് ദി ആറ്റം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എഫ് ഓർബിറ്റൽസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ആണ്. അതായത് ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രോപ്പറായിട്ട് അവർ ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? ഇപ്പൊ അവർക്ക് മുന്നിൽ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല? ന്യൂക്ലിയസിന്റെ ചാർജ് അവരിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് ഇവിടെ ഇപ്പൊ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ട്, പക്ഷെ എന്ന് പറഞ്ഞാലും ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ എന്ത് ചെയ്യാം? ന്യൂക്ലിയസിന് ഇവിടേക്ക് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിലേക്ക് ചാർജ് എടുക്കാം, അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം അതൊരു ഇംപെർഫെക്റ്റ് ഷീൽഡാ. അതായത് പ്രോപ്പർ ആയിട്ട് ഒരു ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നില്ല. ലൈക്ക് അതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാൾ ഇപ്പം ഇത്തിരി ചെരിഞ്ഞോ ഒക്കെ ഇരിക്കുവാണെങ്കിൽ നമ്മളെ ഇച്ചിരിയൊക്കെ കാണാൻ പറ്റത്തില്ല. അവര് നല്ല സ്റ്റേൺ ആയിട്ട് സ്റ്റഡി ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴല്ലേ നമ്മൾ അവരുടെ പുറകെ ഇരുന്ന് നമ്മളാരും കാണാത്തത്. അവരിത്തിരി വളഞ്ഞപ്പോ അവര് ഇത്തിരി ഇതായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. എത്ര സ്റ്റേൺ ആയിട്ടൊന്നും അല്ല ഇരിക്കുന്നത്. ഇത്തിരി വളഞ്ഞ് ചെരിഞ്ഞൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മളെ കാണാൻ പറ്റുമല്ലോ. സോ അവര് സ്റ്റേൺ ആയിട്ടല്ല ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആള് നല്ല ഷീൽഡ് നമുക്ക് തരുന്നില്ല. അതായത് അവർ ഇംപെർഫെക്റ്റ് ഷീൽഡിങ്ങിലാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. അത്ര പെർഫെക്റ്റ്ലി അല്ല. അതുകൊണ്ടല്ലേ നമ്മളെ കാണാൻ പറ്റുന്നത് അവർക്ക്. സോ അതാണ് ഇംപെർഫെക്റ്റ് ഷീൽഡിങ്. അപ്പം നമ്മുടെ എഫ് ഓർബിറ്റൽസ് എന്ത് ചെയ്യുന്നു? നമ്മളിപ്പം എഫ് ഓർബിറ്റൽസിലേക്ക് വരുമ്പോൾ അവർക്ക് ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ആണ്. അപ്പം നമ്മുടെ എഫ് ഓർബിറ്റൽസ് ഡിഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് പുവർ ഷീൽഡിംഗ് ആണ്. ഷീൽഡിംഗ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ വരെ അട്രാക്ട് ചെയ്ത് പിടിച്ച് സൈസ് ഓഫ് ദി ആറ്റത്തിന് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പൊ എഫ് ഓർബിറ്റൽസിന്റെ പുവർ ഷീൽഡിംഗ് കാരണം നമ്മുടെ തേർഡ് ആൻഡ് സെക്കൻഡ് ട്രാൻസിഷൻ സീരീസും ഒരേ സൈസ് കാണിക്കും. പീരിയോഡിക് ടേബിളിൽ ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ, അതായത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? വലുതായി വരും എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഇൻക്രീസ് ചെയ്ത് വരും എന്നല്ലേ നമ്മൾ പഠിച്ചത്? ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരുമ്പോൾ ആറ്റം ഇങ്ങനെ വലുതായി വരും എന്നല്ലേ നമ്മൾ പഠിച്ചത്? അപ്പോ അങ്ങനെ എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ, അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിൽ സൈസ് എന്ത് ചെയ്യും? അങ്ങനെ വലുതായി വരുന്ന നമ്മൾ പഠിച്ചെങ്കിലും പക്ഷെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസിൽ സെയിം സൈസ് സിമിലർ ആകും. അതെന്തുകൊണ്ടാ? ലാന്ഥനയുടെ കോൺട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്. So the atomic radii of second and third transition series are similar. This is due to lanthanide contraction. Clear? അതിൽ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസിൽ മൊളിബ്ഡീനിയം ഇതല്ലേ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസ്. അപ്പം മൊളിബ്ഡീനിയത്തിനെ ഞാൻ എടുക്കുകയാണ്. തേർഡ് ട്രാൻസിഷൻ സീരീസിൽ ഇപ്പൊ ടങ്സ്റ്റൺ. ഓക്കെ, ടങ്സ്റ്റൺ എടുക്കുക. ഇവര് രണ്ടും രണ്ട് സീരീസ്. ഒരാൾ സെക്കൻഡ് ട്രാൻസിഷൻ സീരീസും ഒരാൾ തേർഡ് ട്രാൻസിഷൻ സീരീസും അല്ലേ? പക്ഷെ അവര് സിമിലർ സൈസ് കാണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. വൈ? ലാന്ഥനൈഡ് കോൺട്രാക്ഷൻ ഉള്ളത് കൊണ്ടാണ്. കാരണം ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ് ആ കാണിക്കുന്നത്. കാരണം ന്യൂക്ലിയസിന് അവരെ എത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ട്. അവരുടെ ഇലക്ട്രോൺസ് ഇപ്പം ആറ്റം വലുതായി വരുന്നുണ്ടെങ്കിലും ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്ത് ആറ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ ഇപ്പൊ നിയോബിയവും ടെൻറ്റാനിയും നിയോബിയവും ടെൻറ്റാനിയും അവരും ഇതുപോലെ രണ്ട് ട്രാൻസിഷൻ സീരീസാണ്, പക്ഷെ അവരുടെ ഏകദേശം സൈസ് സിമിലർ ആണ്. അതുപോലെ തന്നെ സിർക്കോണിയവും ഹാഫ്നിയും അവരുടെയും ഈ പറഞ്ഞ പോലെ തന്നെയാണ്, സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം എന്താ? എഫ് ഓർബിറ്റൽസിൽ എന്തുള്ളതുകൊണ്ട്? പുവർ ഷീൽഡിംഗ് ആയതുകൊണ്ട്. പുവർ ഷീൽഡിംഗ് ആണ്. അപ്പൊ ഷീൽഡിംഗ് ഇല്ലെങ്കിൽ എന്ത് പറ്റും? ന്യൂക്ലിയർ ചാർജിന് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ആയിട്ട് ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ വരെ അട്രാക്ട് ചെയ്ത് പിടിച്ച് സൈസ് ഓഫ് ദി ആറ്റം റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് പുവർ ഷീൽഡിംഗ്? ഇവർക്ക് ഇപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഫ് ഓർബിറ്റൽസിലൊക്കെ ഇലക്ട്രോൺസ് പോകുന്നുണ്ട്. സോ അവർക്ക് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഷീൽഡിംഗ് ആണ്. മനസ്സിലായോ? കാരണം ഇപ്പം എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. അപ്പം ഇവിടെ എല്ലാ ഇലക്ട്രോൺസ് ഇപ്പൊ ഡിയിൽ എല്ലാ ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഷീൽഡിംഗ് ഉള്ളത് കൊണ്ടാണ് ഇവരിലേക്ക് വരെ ന്യൂക്ലിയസിനെ അട്രാക്ട് ചെയ്ത് ന്യൂക്ലിയസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സൈസ് ഓഫ് ദി ആറ്റം റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പം ഡി ഓർബിറ്റൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. അപ്പൊ ഡി ഓർബിറ്റൽസിലൊക്കെ ഒരു 5 ഇലക്ട്രോൺസ് ഒക്കെ ഫിൽ ആയി കഴിയുമ്പോഴത്തേക്കും എന്താ? അവർ ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും. അവരെ ആർക്കും കാണാൻ പറ്റത്തില്ല. ലൈക്ക് അവർക്ക് ന്യൂക്ലിയസിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യൂക്ലിയസിന് ആ ഔട്ടർമോസ്റ്റ് ഷെല്ലിനെ വരെ പോയി എന്ത് ചെയ്യാൻ പറ്റില്ല? അട്രാക്ട് ചെയ്ത് പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസ് ആകാതെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നീങ്ങുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇൻക്രീസ് ആവുന്നത്? ആ ഒരു അറ്റോമിക് റേഡിയ പിന്നെ ഇൻക്രീസ് ആവുന്നത് എന്താ? ആറ്റോമിക് സൈസ് കൂടുന്നതിനനുസരിച്ച്, ആറ്റം വലുതായി വരുന്നതിനനുസരിച്ച് പിന്നെയും ഇലക്ട്രോൺ ഇങ്ങനെ ആഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത എന്ത് വരും? ഇലക്ട്രോൺസ് ഇങ്ങനെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഇങ്ങനെ ആഡായി വരും. അപ്പൊ ആ ഇലക്ട്രോൺ തമ്മിൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺ തമ്മിൽ ഒരു റിപ്പൽഷൻ വരും. അതാണ് സംഭവം. മനസ്സിലായോ? അപ്പൊ അറ്റോമിക് റേഡിയയുടെ ഒരു ട്രെൻഡ് കാരണം വേറൊരു കാര്യം കൂടിയാണ് അവിടെ സംഭവിക്കുന്നത്. അതാണ് എന്ത്? സെക്കൻഡ് ആൻഡ് തേർഡ് ട്രാൻസിഷൻ സീരീസ് സിമിലർ ആണ്. എന്തുകൊണ്ടാണ് അത്? കോൺട്രാക്ഷൻ, ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞത്. The size of 4D and 5D series becomes almost similar due to a phenomenon known as lanthanide contraction. Clear? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത് എളുപ്പമാണെന്ന് തോന്നുന്നു അല്ലേ? വലിയ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി മോളാർ വോളിയം ആൻഡ് ഡെൻസിറ്റി. ഇപ്പൊ ട്രാൻസിഷൻ മെറ്റൽസിന്റെ മോളാർ വോളിയം വളരെ കുറവാണ്. ഇപ്പം നമ്മൾ എസ് ആൻഡ് പി ബ്ലോക്ക് എലിമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോളാർ വോളിയംസ് വളരെ കുറവാണ്. ആർക്ക്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്, അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന്. ഓക്കെ, അതിന്റെ കാരണം എന്താ? അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇന്നർ ഓർബിറ്റൽസ് ഫില്ലായി കഴിഞ്ഞാൽ ഇന്നർ ഓർബിറ്റൽസിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിലേക്ക് എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യപ്പെടും. അപ്പം അങ്ങനെ എന്ത് ചെയ്യും? മോളാർ വോളിയം കുറയും, ഡെൻസിറ്റി കൂടും. നമ്മളിങ്ങനെ ഓർബിറ്റൽസ് ഫില്ലായി കഴിയുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് അപ്പൊ കൂടുമല്ലോ. അപ്പൊ ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴത്തേക്കും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയസിലേക്ക് വലിക്കുമല്ലേ? ഇലക്ട്രോൺസിനെ ന്യൂക്ലിയസ് ഇങ്ങനെ വലിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ തൻ്റെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ മോളാർ വോളിയം കുറയും, ഡെൻസിറ്റി കൂടും. അപ്പൊ ഡെൻസിറ്റി എന്തോ? ഓക്കെ, അപ്പൊ ഡെൻസിറ്റി ഇപ്പം സീരീസിൽ ഇപ്പം നമ്മൾ സീരീസ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? ഡെൻസിറ്റി കൂടും. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് നിന്ന് ഇപ്പം നമ്മൾ സീരീസ് ഇങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കൂടും. ഇപ്പൊ ഗ്രൂപ്പ് 10 എന്തായിരിക്കും? മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. മനസ്സിലായോ?
3 to 12 വരെയല്ലേ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് വരുന്നത്. അപ്പം ഗ്രൂപ്പ് 10 എത്തി കഴിയുമ്പോഴത്തേക്കൊക്കെ എന്താ മാക്സിമം ഡെൻസിറ്റി ആയിരിക്കും. കാരണം ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും എന്താണ് ഡെൻസിറ്റി കൂടുകയാണ്. സോ ഗ്രൂപ്പ് 10 ഒക്കെ ആകുമ്പോൾ മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവും. ഇപ്പൊ സ്കാൻഡിയം ടൈറ്റാനിയം ഒക്കെ വരുമ്പോഴത്തേക്കും വനേഡിയം ഒക്കെ വരുമ്പോഴത്തേക്കും അവരൊക്കെ എന്താ എക്സെപ്ഷണൽ കേസാ. അതെന്താന്ന് വെച്ചാൽ അവർക്ക് ഡെൻസിറ്റി കുറവാ. അപ്പോൾ ഡെൻസിറ്റി അവർക്ക് കുറവാ. 5D എലിമെന്റ്സിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉണ്ട്. അറ്റോമിക് മാസ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ അത്. 5D എലിമെന്റ്സിന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി 5D എലിമെന്റ്സിന് ബിക്കോസ് ഓഫ് അറ്റോമിക് മാസ് കൂടുതലാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത്രയും കാര്യങ്ങളാണ് ഡെൻസിറ്റി ആൻഡ് മോളാർ ഇതിൽ പറയുന്നത്. മോളാർ വോളിയൂംസ് ആൻഡ് ഡെൻസിറ്റിയിൽ പറയുന്നത് അത്രയേ ഉള്ളൂ. ഓക്കെ, ദെൻ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിന് പൊതുവേ എന്തായിരിക്കും ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഉണ്ട്. അതിന് കാരണം എന്താ? ഹൈ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിന്റും വരാനുള്ള റീസൺ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞതാ കാരണം. നമ്മൾ പറഞ്ഞു അവര് ഹാർഡാണ്. അതുപോലെ തന്നെ ഇപ്പം സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബോണ്ട് വരുന്നത് ഇപ്പം ഡി ബ്ലോക്ക് എലമെന്റ്സിന് നമ്മൾ പറഞ്ഞു ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് വരുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് അല്ലേ അവിടെ. സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവര് ഹാർഡ് ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മെറ്റാലിക് സ്ട്രെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവർ ഹാർഡാണ്. സോ ഹാർഡ് ആകുമ്പോഴത്തേക്കും ഹാർഡായിട്ടുള്ള ഒരു സാധനം പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആകുമോ അല്ലെങ്കിൽ ബോയിൽ ആകുമോ? ഒത്തിരി ടെമ്പറേച്ചർ അതിനനുസരിച്ച് കൊടുത്താലല്ലേ അവര് മെൽറ്റായി വരത്തുള്ളൂ, അല്ലെ ബോയിലായി വരത്തുള്ളൂ. അപ്പം സിങ്ക് കാഡ്മിയം മെർക്കുറിക്ക് ഒന്നും എന്തില്ല എന്നാ നമ്മൾ പറഞ്ഞേ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ അവര് ലോൺ മെൽറ്റിംഗ് പോയിന്റ് ആണ്. കാരണം അവർക്കൊക്കെ അവർ സോഫ്റ്റ് മെറ്റൽസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ. അപ്പൊ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ എലമെന്റിന് മെറ്റാലിക് ബോണ്ടിങ്ങിനുള്ള കഴിവും അതേപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ കോവാലന്റ് ബോണ്ടിങ്ങിനുള്ള കഴിവുമാണ്. അപ്പം മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ എലമെന്റിന്റെ മെറ്റാലിക് ബോണ്ടിങ് ചെയ്യാനുള്ള കഴിവ്. അതേപോലെ തന്നെ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ കോവാലന്റ് ബോണ്ടിങ്ങിനുള്ള കഴിവിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഉള്ളത്. അപ്പം സിങ്ക് കാഡ്മിയം മെർക്കുറി ഒക്കെ എന്താണ്? നോ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്? ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അവർ സോഫ്റ്റ് മെറ്റൽസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ടെമ്പറേച്ചർ കൊടുക്കേണ്ട കാര്യമുണ്ടോ അവരെ ഹീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അവരെ മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെ ബോയിലായി കിട്ടാൻ വേണ്ടിയിട്ട്? ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് വരുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് വരുന്നത് കൊണ്ടാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രോങ് മെറ്റാലിക് ബോണ്ട് വരുന്നുണ്ട്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ കോവാലന്റ് ബോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ മെറ്റൽസ് ആണ്. സോ ഇതുകൊണ്ട് ഇവർക്ക് മെറ്റാലിക് ബോണ്ടിങ് ഉണ്ട്. അപ്പൊ 2 ടൈപ്സ് ബോണ്ടിങ് ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റാലിക് ബോണ്ടിങ്ങും പിന്നെന്താ? കോവാലന്റ് ബോണ്ടിങ്. അപ്പൊ ഇതുള്ളത് കൊണ്ടാണ് ഇവർക്ക് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ഒരു ഗ്രൂപ്പ് 6 വരെ മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇപ്പൊ ഒരു ഗ്രൂപ്പ് 6 വരെ ഇപ്പം മെൽറ്റിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന സമയത്ത് ഗ്രൂപ്പ് 6 വരെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. കാരണം അത് എന്തോ കേക്കത്തില്ല. ഗ്രൂപ്പ് 6 വരെ. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൂപ്പ് 7 തൊട്ടൊക്കെ എന്ത് ചെയ്യും? മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോ ഇപ്പൊ ക്രോമിയം, മൊളിബീനിയം, ടങ്സ്റ്റൺ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഗ്രൂപ്പ് 6 വരെ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞ് ഡിക്രീസ് ചെയ്യും എന്ന് പറഞ്ഞു.
പക്ഷേ അതിനൊരു എക്സെപ്ഷണൽ കേസ് വരും. ഇപ്പൊ ക്രോമിയം, മൊളിബ്ഡീനിയം, ടങ്സ്റ്റൺ ഒക്കെ വരത്തില്ലേ ഗ്രൂപ്പ് 6-ല്? ഗ്രൂപ്പ് 6-ലല്ലേ അവർ വരുന്നേ? അതെ, ഓക്കെ. അപ്പം ഗ്രൂപ്പ് 6-ല് വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 6-ല് ഗ്രൂപ്പ് 6-ൽ ഇപ്പം ക്രോമിയം, മൊളിബ്ഡീനിയം, ടങ്സ്റ്റൺ ഒക്കെ വരുന്ന സമയത്ത് ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ ഈ എക്സെപ്ഷനിൽ ഓർത്ത് വയ്ക്കുക. ഇപ്പം ആർക്കാണ് ഇപ്പം ഇവിടെ സൈസ് കൂടുതൽ ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോഴത്തേക്കും? ക്രോമിയം, ടങ്സ്റ്റൺ ആണ് ഏറ്റവും കൂടുതൽ ഷേപ്പ് ഉള്ളത്. അപ്പം അങ്ങനെ ഓർത്തിരിക്കുക, ഡൗൺ ദ ഗ്രൂപ്പ് പോകുമ്പോൾ ആർക്കാണോ ഏറ്റവും സൈസ് കൂടുതൽ അവർക്കായിരിക്കും എന്ത് കൂടുതൽ? മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. അപ്പം നമ്മൾ പറഞ്ഞു ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഗ്രൂപ്പ് 6 വരെ മെൽറ്റിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇപ്പം ഇവിടം വരെയുള്ള ആൾക്കാർക്ക് മെൽറ്റിംഗ് പോയിന്റ് എന്തായിരിക്കും? ഇൻക്രീസ് ആയിരിക്കും ഗ്രൂപ്പ് 6 വരെ. അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഡിക്രീസ് ആകും. അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആർക്കാണോ ഏറ്റവും കൂടുതൽ സൈസ് കൂടുതൽ അവനായിരിക്കും മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ. സോ ടങ്സ്റ്റൺ ആണ് വലുത്. ടങ്സ്റ്റൺ എന്തുകൊണ്ടാണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്? സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അല്ലേ? അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യും? മെറ്റാലിക് ബോണ്ടും കൂടുന്നുണ്ട്, മെറ്റാലിക് ബോണ്ടും ഇൻക്രീസ് ചെയ്യും. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുന്നു, അതിനനുസരിച്ച് കോവാലന്റ് ബോണ്ട് കൂടുന്നു. അതുകൊണ്ട് ടങ്സ്റ്റൺ ആണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ ക്രോമിയം, മൊളിബ്ഡീനിയം, ടങ്സ്റ്റൺ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ടങ്സ്റ്റന് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് അല്ല, മെൽറ്റിംഗ് പോയിന്റിന്റെ കേസാണ്. ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇവരുടെ മെൽറ്റിംഗ് പോയിന്റിൽ അറേഞ്ച് ചെയ്യാനൊക്കെ ചോദിച്ചാൽ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഡൗൺ ദ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ആസ് വി ഗോ ഡൗൺ ഗ്രൂപ്പ് 6 സൈസ് ഇൻക്രീസസ്, സോ മെറ്റാലിക് ബോണ്ട് ഇൻക്രീസസ്, and due to maximum unpaired electrons covalent bonding increases, therefore tungsten has highest melting point. Clear ആണോ? ഇനി അത്രയും കാര്യം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പം സീരീസിൽ ഇപ്പം ലെഫ്റ്റിൽ നിന്ന് മിഡിൽ വരെ മെൽറ്റിംഗ് പോയിന്റ് കൂടുകയാണെന്ന് ഞാൻ പറഞ്ഞു. മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നതിന്റെ റീസൺ എന്താ? അതല്ലാതെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പം ഇവരുടെ ആ ഒരു മിഡിൽ വരെ മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താ? അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലായതിനാൽ മെറ്റാലിക് ബോണ്ട് കൂടുതലാണ്. മിഡിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറയുന്നു അല്ലേ? അപ്പൊ ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഓഫായോ? അയ്യോ, ഇപ്പൊ കാണുന്നുണ്ടോ? ഇല്ലായിരിക്കും അല്ലേ? അല്ല, എന്റെ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പൊ കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിന്റ്. കാരണം എന്താന്ന് മനസ്സിലായല്ലോ? കാരണം എന്താ?
ആ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട്. പിന്നെ സിങ്ക് കാഡ്മിയം മെർക്കുറിക്കൊക്കെ ഭയങ്കര ലോ മെൽറ്റിംഗ് പോയിന്റാ. കാര്യം എന്താ? എന്തോ ഇല്ല. ക്ലിയർ അല്ലേ? അതൊരു നെറ്റ്വർക്കിന്റെ ഒരു ചെറിയൊരു പ്രശ്നം കാണിക്കുന്നതാ. യെസ് യെസ്. കാണുന്നുണ്ടല്ലോ. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു, അല്ലെങ്കിൽ ഇന്നിപ്പം നമുക്ക് ഇതുകൊണ്ട് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ബാക്കി പോർഷൻസ് എടുക്കാം. ഓക്കെ, അപ്പം അടുത്ത പോർഷൻസ് ഒക്കെ ക്ലിയർ അല്ലേ? അടുത്ത അയനൈസേഷൻ എനർജി. അയനൈസേഷൻ എനർജി ഓൾറെഡി അറിയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് ഇങ്ങ് പറഞ്ഞു പോവാം. അയനൈസേഷൻ എനർജി അറിയുന്ന കാര്യമല്ലേ? ഓക്കെ, ഇപ്പം അയനൈസേഷൻ എനർജി, ഇപ്പം നമുക്കറിയാലോ അയനൈസേഷൻ എനർജി എന്താണ് എന്നുള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ പുറത്തേക്ക് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. അതിനെയാണ് നമ്മൾ അയനൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ ട്രാൻസിഷൻ മെറ്റൽസിന് മോഡറേറ്റ് അയനൈസേഷൻ എനർജി ഉണ്ട്. അതായത് എസ് ബ്ലോക്കിനേക്കാൾ കൂടുതലും പി ബ്ലോക്കിനേക്കാൾ കുറവും ആയിരിക്കും ട്രാൻസിഷൻ മെറ്റൽസിന്റെ എനർജി. അതാണ് മോഡറേറ്റ് എനർജി. എസ് ബ്ലോക്കിനേക്കാൾ കൂടുതലായിരിക്കും ഡി ബ്ലോക്കിന്റെ എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിനുള്ള അയനൈസേഷൻ എനർജി എസ് ബ്ലോക്കിനേക്കാൾ കൂടുതലായിരിക്കും, പി ബ്ലോക്കിനേക്കാൾ കുറവുമായിരിക്കും. അപ്പം അവർക്കെന്ന് പറയുന്നത് സീരീസിൽ ഇപ്പം ഇൻക്രീസിങ് റെഗുലർ അല്ല. ഇപ്പൊ ഡി ഇലക്ട്രോണിന്റെ ഷീൽഡിങ് കാരണം എന്ത് പറ്റും? സീരീസിൽ ഇൻക്രീസ് ചെയ്യില്ല അയനൈസേഷൻ എനർജി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പറയാ ഇപ്പൊ അയനൈസേഷൻ എനർജിയിൽ ഇപ്പൊ നമ്മള് അയനൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ അറിയാലോ, അയണായിട്ട് മാറാനുള്ള എനർജി, നമ്മൾ കൊടുക്കേണ്ട എനർജി, ഇതാണ് അയനൈസേഷൻ എനർജി. എത്ര എമൗണ്ട് ഓഫ് എനർജി നമ്മൾ കൊടുക്കണം ആ ഒരു അയണായിട്ട് മാറാൻ. സോ ആ ഒരു ആറ്റം അയണായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അയനൈസേഷൻ എനർജി ഉണ്ട്, സെക്കൻഡ് അയനൈസേഷൻ എനർജി. ഇതൊക്കെ നമ്മൾ പഠിച്ച ഒരു ഇലക്ട്രോണിനെയാണ് റിമൂവ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫസ്റ്റ് അയനൈസേഷൻ എനർജി. ദെൻ 2 ഇലക്ട്രോൺസിനെ എനിക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുത്ത എനർജിനേക്കാൾ കൂടുതൽ എനർജി കൊടുക്കണം. അപ്പൊ അതെന്താ? സെക്കൻഡ് അയനൈസേഷൻ എനർജി. ഇനി എനിക്ക് 3 ഇലക്ട്രോൺസ് അതിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിലോ തേർഡ് അയനൈസേഷൻ എനർജി. അപ്പൊ ഞാൻ സെക്കൻഡ് കൊടുത്തതിനേക്കാളും ഫസ്റ്റ് കൊടുത്തതിനേക്കാളും കൂടുതൽ അയനൈസേഷൻ എനർജി എനിക്ക് കൊടുക്കണം. അപ്പം ഏറ്റവും കൂടുതൽ ആരാ? തേർഡ് അയനൈസേഷൻ എനർജി, അത് കഴിഞ്ഞാൽ സെക്കൻഡ് അയനൈസേഷൻ എനർജി, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് അയനൈസേഷൻ എനർജി. ഇങ്ങനെയാണല്ലോ. അപ്പൊ അതാണ് കാര്യം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് സെക്കൻഡ് അയനൈസേഷൻ എനർജി ഇപ്പൊ ക്രോമിയത്തിന് കൂടുതലാണ്, എന്തുകൊണ്ടാ? ക്രോമിയത്തിന് ഇപ്പൊ സെക്കൻഡ് അയനൈസേഷൻ എനർജി കൂടുതലാ. വൈ? ഇപ്പൊ ക്രോമിയം നമ്മളിപ്പോ എവിടെ ഇപ്പൊ ക്രോമിയവും കോപ്പറും കൂടെ നോക്കാം. ക്രോമിയവും കോപ്പറും. ക്രോമിയം ആൻഡ് കോപ്പറിന് ഹൈ സെക്കൻഡ് അയനൈസേഷൻ എനർജിയാ. കാര്യം എന്താ?
കാരണം ഇപ്പം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത് ഒന്ന് വേഗം പറഞ്ഞേ. ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞേ. ആ അങ്ങനെ എഴുതണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതണ്ടേ? നമ്മൾ 1:2:2 2p6 അങ്ങനെ നടത്തി പിടിച്ചെഴുതണ്ട. എങ്ങനെ എഴുതണ്ടേ? ആ ആർഗൻ ആ എന്തോ അല്ല പറ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറ. 3d5 4s1. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഡി ഓർബിറ്റൽ എന്താണ്, ഹാഫ് ഫിൽഡ് അല്ലേ. പക്ഷെ ഞാനിപ്പോ വേറൊരു കേസ് കൂടെ കാണിക്കും. ഇപ്പൊ ക്രോമിയത്തിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആളാണ് മാംഗനീസ്. സോ മാംഗനീസിന്റെ വേണമെങ്കിൽ ഞാനൊന്ന് എഴുതി കാണിക്കാം. മാംഗനീസിന്റെ ഒന്ന് പറഞ്ഞേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് പറഞ്ഞേ. ആ ആർഗൻ ആ 3d5 4s2. സോ ഇവിടെ ഈ 4s2 എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം ഈ 3Dയിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. 3Dയിൽ 5 ഇലക്ട്രോൺ ഉണ്ട് മാംഗനീസിന്. അപ്പം അതിനത് മതി. അതുകൊണ്ട് തന്നെ എന്ത് വരുന്നത്, ക്രോമിയം സെക്കൻഡ് അയനൈസേഷൻ എൻതാൽപ്പി അല്ലേ? കാരണം എന്താ? ഇപ്പൊ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 25. ഇപ്പൊ മാംഗനീസിനെ നമുക്ക് Mn2+ ആക്കണം എന്നുണ്ടെന്ന് വിചാരിച്ചോ. Mn ഇപ്പൊ 2+ ആക്കണം. Mn2+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ 2 ഇലക്ട്രോൺ പോവുക മാംഗനീസിന്ന്. അപ്പം ഇവിടുന്ന് ഇപ്പം മാംഗനീസിന് കൊടുക്കാൻ ഈസിലി 2 ഇലക്ട്രോൺ 4sന്റെ കയ്യിലുണ്ട്. അപ്പൊ അതങ്ങ് റിമൂവ് ആയി അങ്ങ് പോയിക്കോളൂ. Mn2+ ആയിട്ടിരിക്കും. ബിക്കോസ് 3Dയിൽ എന്തുണ്ട്, ഓൾറെഡി 5 ഇലക്ട്രോൺസ് ഉണ്ട്. സോ അതുകൊണ്ട് എന്ത് വരുന്നത്, അപ്പം കുഴപ്പമില്ല. 3Dക്ക് ഈ 2 ഇലക്ട്രോൺസ് പോകുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല അല്ലേ. പക്ഷെ ഇപ്പൊ ക്രോമിയത്തിനെയാണ് എനിക്ക് 2+ ആക്കേണ്ടത് എന്നുണ്ടെങ്കിൽ 2 ഇലക്ട്രോൺസിന് എനിക്ക് നമ്മൾ അയനൈസേഷൻ എന്താൽപ്പിയാണ് പഠിക്കുന്നത്. അയനൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ്. സോ ഇപ്പം ഇവിടെ ഇപ്പൊ ക്രോമിയത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺസ് കളയാന്ന് പറഞ്ഞാൽ എസിൽ നിന്നും 1 ഇലക്ട്രോൺ കളയണം, 5ൽ നിന്നും 1 ഇലക്ട്രോൺ പോകും അല്ലേ. 2 ഇലക്ട്രോൺസ് അപ്പൊ പോകണം. അപ്പൊ ക്രോമിയം 2+ ആകണം, 3D4 ആകും. അപ്പം 3D5 ഇലക്ട്രോൺ ഹാഫ് ഫിൽഡ് ആയിട്ട് സ്റ്റെബിലിറ്റിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ സമാധാനം കളഞ്ഞ് അതൊരു ഇലക്ട്രോൺ കൊടുക്കുവോ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺ എടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് എനർജി കൊടുക്കണ്ടേ. ഇപ്പൊ മാംഗനീസിൽ നിന്ന് ഇപ്പൊ ഇവിടുന്ന് 2 ഇലക്ട്രോൺ കളയാൻ എടുത്തതിനേക്കാൾ എനർജി ഇവിടെ കൊടുത്താലല്ലേ അത് 3D5ൽ നിന്ന് 3D4 ആയിട്ട് മാറത്തുള്ളൂ. കാരണം ഹാഫ് ഫിൽഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്തിരിക്കുക. അപ്പൊ അത് തരുമോ, ഇലക്ട്രോണെ തരുമോ? നമ്മൾ ഈ മാംഗനീസിന് കൊടുത്തതിനേക്കാൾ കൂടുതൽ എനർജി ഇയാൾക്ക് കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ക്രോമിയം സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി ആവുന്നത്. മനസ്സിലായോ? ഇവിടെ കൊടുത്തതിനേക്കാൾ എനർജി ഇവിടെ കൊടുക്കണം. ഇപ്പം സിമ്പിൾ ഒരു എക്സാമ്പിൾ മനസ്സിലായില്ലേ? അപ്പൊ ക്രോമിയത്തിന് എന്തുകൊണ്ടാണ് അത്രയും ഇത് വരുന്നതെന്നുള്ളത് മനസ്സിലായോ? ക്രോമിയത്തിന് എന്തുകൊണ്ടാണ് അയനൈസേഷൻ എനർജി കൂടുതൽ എന്ന് മനസ്സിലായോ? ഹൈ സെക്കൻഡ് അയനൈസേഷൻ എന്താൽപ്പി എന്ന് മനസ്സിലായോ? അപ്പൊ ഇനി കോപ്പറിന്റെ കേസ് പറഞ്ഞേ. കോപ്പറിന് എന്താ? കോപ്പർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക്
കോപ്പർ എന്ന് പറയുന്നത് 29 ആണ്. സോ ആഴ്ഗൻ ആ ആഴ്ഗൻ 3D ആ ഫോറസ്റ്റ് 1. സോ ഇവിടെ നിന്ന് ഇപ്പം എനിക്ക് 2 ഇലക്ട്രോൺ ആക്കണം. സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോൺ എന്നല്ലേ. അപ്പോൾ 2 ഇലക്ട്രോൺ എനിക്കിപ്പോൾ കോപ്പറിൽ നിന്ന് കളയണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ഈസി ആയിട്ട് ഫോറസ്റ്റ് 1-ൽ നിന്ന് പോകാം. പക്ഷെ 3D10 കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുക. അപ്പം അതിൽ നിന്നൊരു ഇലക്ട്രോൺ തരുമോ എന്ന് ചോദിച്ചാൽ 3D10 തരുമോ? നമ്മൾ അതിനനുസരിച്ച് അത്രയും എനർജി അവർക്ക് കൊടുത്താലേ അവർ തരത്തുള്ളൂ. അപ്പോൾ സെക്കൻഡ് അയണൈസേഷൻ എനർജി കോപ്പറിനും ക്രോമിയത്തിനും കൂടുതലാണ്. കാര്യം മനസ്സിലായോ? നമ്മൾ കൂടുതൽ എനർജി അവിടെ കൊടുക്കണം. ബിക്കോസ് ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ആണ് അവർ. അവർ സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്ത് നിൽക്കുകയാണ്. സോ അവിടെ നിന്നൊരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ എനർജി കൊടുക്കണം. ക്ലിയർ? അപ്പൊ അതൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സെക്കൻഡ് അയണൈസേഷൻ എനർജിയുടെ ഒക്കെ കാര്യമാണ് പറഞ്ഞെടുക്കുന്നത്. എന്തെങ്കിലും വായിച്ചു നോക്കിക്കോ. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസ് പറയുന്നുണ്ട്. കോപ്പർ പ്ലസ് ആകുന്ന കേസ്, Cu+ ആവുന്ന കേസ്. അപ്പൊ അവർക്കൊക്കെ വാലൻസ് ഇലക്ട്രോണിൽ നിന്ന് ഒരു ഇലക്ട്രോൺ തരാൻ അവർ റെഡിയാ. പക്ഷേ ഹാഫ് ഫിൽഡ് ഫുള്ളി ഫിൽഡ് ആകുമ്പോഴത്തേക്ക് അവർ എക്സ്ട്രാ സ്റ്റെബിലിറ്റിയിൽ നിൽക്കുക. അപ്പൊ അവിടുന്ന് നമ്മൾ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യുന്ന കേസാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് തരത്തില്ല അത്ര പെട്ടെന്ന്. അതാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. Ionization energies of transition metals are fairly high due to their small size. എന്താ ഫെയർലി എന്ന് വെച്ചപ്പോ അതൊരു ടേം ആയിട്ട് ജസ്റ്റ് ഇപ്പൊ അവിടെ യൂസ് ചെയ്ത് മൊത്തത്തിൽ അത് വായിക്കുമ്പോ എന്ത് തോന്നുന്നു? Ionization energies of transition metals. Transition metals-ന്റെ ionization energy are fairly high എന്ന് വെച്ചാൽ ഹൈ ആണ്. അതൊരു കുറച്ചുകൂടെ ഒരു ഡെപ്തിന് വേണ്ടി ഫെയർലി ഹൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Ionization energy of metals are fairly high due to എന്തുകൊണ്ട്? സ്മോളർ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടെയാ സ്മോളർ സൈസ്? അതായത് ഞാനിപ്പം ഒരു ആറ്റത്തില് ഒരൊറ്റ ഇലക്ട്രോൺ ഇപ്പൊ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽസിൽ ഇപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അറ്റോമിക് സൈസ് ചെറിയതാണ്. കാരണം എന്താ? ന്യൂക്ലിയർ ചാർജ് കൂടുന്തോറും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ സൈസ് ഡിക്രീസ് ചെയ്യുന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഡി ഇലക്ട്രോൺസ് വരുന്നുണ്ടെങ്കിലും അവരെന്തായിരിക്കും? ഷീൽഡിങ് എഫക്റ്റ് നല്ല രീതിയിൽ കൊടുക്കുന്നില്ല. അതിനാൽ ഔട്ടർ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ന്യൂക്ലിയസിനെ ശക്തമായി പിടിച്ചിരിക്കും. അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺസ് പുറത്തെടുക്കാൻ അല്ലെങ്കിൽ എനർജി കൂടുതലായിട്ട് വേണം. അപ്പൊ അതാണ് അയണൈസേഷൻ എനർജി ഫെയർലി ഹൈ എന്ന് പറയുന്നത്. Ionization energy of transition metals are fairly high due to their smaller size. എന്ന് വെച്ചാൽ ട്രാൻസിഷൻ മെറ്റൽസിന് സ്മോളർ സൈസ് ആയിരിക്കും. പ്ലസ് ഹയർ ന്യൂക്ലിയർ അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? ഹൈ ന്യൂക്ലിയർ അട്രാക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി ഹൈ ആയിരിക്കത്തില്ലേ? അതാണ് അവിടെ പറഞ്ഞത്. എന്തോ ലെസ് ഇലക്ട്രോ പോസിറ്റീവ്, ഇലക്ട്രോ നെഗറ്റീവ് ഇല്ലേ? ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ നേരെ ഓപ്പോസിറ്റ്.
എൻ- എന്തോ എവിടെ എവിടെയാ എവിടെ ഇതല്ലേ സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് ലൈൻ ഇതാണോ? Along a period, the nuclear charge per electron increases progressively, which tends to pull the electron cloud in. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലേ. ആ അത് ഞാൻ പറഞ്ഞല്ലേ. ട്രാൻസിഷൻ മെറ്റൽസിനെ നമ്മൾ മോഡറേറ്റ് അയണൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നുണ്ട്. കാരണം എന്താ, പി എസ് ബ്ലോക്കിനേക്കാൾ കൂടുതലും പി ബ്ലോക്കിനേക്കാൾ കുറവുമാണ് സീരീസിൽ ഇൻക്രീസ്. റെഗുലർ അല്ല, ഡി ഇലക്ട്രോൺ ഷീൽഡിങ് കാരണമായിട്ട്. അപ്പം സത്യത്തിൽ അത്രയേ ഉള്ളൂ അയണൈസേഷൻ എനർജിയെ കുറിച്ച് പറയാൻ, അത്രയേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഷോർട്ടാക്കി നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എക്സാമ്പിൾസ് വെച്ച് എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടിക്കോളൂ, ഒരു പ്രശ്നമില്ല. ഓക്കെ ആണോ? അപ്പം അയണൈസേഷൻ എനർജിയിൽ ഇപ്പം ഇത്രയും കാര്യങ്ങൾ വായിച്ചതിൽ വെച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ ഓക്കെ. സോ അത്രയൊക്കെ ഉള്ളൂ ഇതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഴപ്പമില്ലല്ലോ? ഓക്കെ. ഇപ്പൊ അടുത്ത ടോപ്പിക്ക് മുതൽ പിന്നെ ഇലക്ട്രോ പോസിറ്റീവ് അല്ലേ, അത് ഞാൻ പറഞ്ഞു തന്നില്ല. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലെസ് ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നേ? ഇലക്ട്രോ പോസിറ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി അത് കാറ്റയോൺ ആയി മാറാനുള്ള ആ ഒരു പ്രവണത, ആ ഒരു നേച്ചർ, അതാണ്. ഇപ്പൊ അറ്റോമിക് സൈസ് ഇൻക്രീസ് ആയാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ എളുപ്പമല്ലേ, അപ്പൊ അത് മോർ ഇലക്ട്രോ പോസിറ്റീവ് ആകും. അറ്റോമിക് സൈസ് ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് കൂടും അല്ലേ, അപ്പം ഇലക്ട്രോൺ നഷ്ടപ്പെടുത്താൻ ബുദ്ധിമുട്ടല്ലേ, അപ്പൊ അത് ലെസ് ഇലക്ട്രോ പോസിറ്റീവ് ആകും. അത്രേ ഉള്ളൂ. ക്ലിയർ ആണോ? വേറെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. പിന്നെ ഇനി കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉള്ളൂ. അതിനിപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ എടുക്കാം. ഓക്കെ. ഓക്കെ, താങ്ക് യു.